പൊന്ന. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഫ്രം തുളസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറി സാധനങ്ങളിൽ കുറച്ചധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ് മിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞുദേവക്കും കുറച്ച് താല്പര്യമുണ്ട് കേട്ടോ ഈ മിച്ചർ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്പോൾ മിച്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഓടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ മിച്ചർ ഉണ്ടാക്കിയാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് മിച്ചർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ മിച്ചർ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ: ഒന്ന് കടലപ്പൊടി, കുറച്ച് അരിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം. കടലപ്പൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഹാഫ് ഭാഗം മാത്രമാണ് അരിപ്പൊടി ഉള്ളത്. അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എരിവ് നമുക്ക് ആവശ്യത്തിന് ഇടാം. മുളക് പൊടിയാണ് ഇട്ടത്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതും കൂടി കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴക്കുന്നതിന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാവും. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചൂടാകുമ്പോൾ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടായത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് തീരാനായതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു സാധനം യൂസ് ആക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. നമുക്കിതിൽ മിച്ചർ മാത്രമല്ല കേട്ടോ, ചക്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. മുറുക്കുണ്ടല്ലോ, ആ മുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ എടുത്ത ആ ഒരു അച്ച് കുറച്ച് വലിയൊരു അച്ചായിരുന്നു. അതിനേക്കാളും കുഞ്ഞായിട്ട് വരുന്ന അച്ചുണ്ടായിരുന്നു. അതിലുണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് ഉള്ള ഒരു മിച്ചർ കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്, എന്നാലും ഫസ്റ്റ് ടൈം ഇടുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അത് ഈസി ആയിട്ട് വരും. അതിനുശേഷം ഞാൻ കുറച്ച് കപ്പലണ്ടി, അതായത് നിലക്കടലയും കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് മിച്ചർ ഉണ്ടാക്കിയത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മിച്ചർ. പിന്നെ മുറുക്കൊക്കെ ഇതിനെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ദേവമോൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. അവൻ അവിടുന്ന് ഇടയ്ക്ക് അടുക്കളയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു ആ സമയത്ത് അവൻ എൻ്റെ കാലിൻ്റെ താഴെ വന്നിട്ട് കളിക്കും. അവനപ്പോൾ അവിടെയാണ് കളിക്കേണ്ട സ്പേസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള മിച്ചർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറല്ല, വ്യത്യാസമുണ്ട്. അത് ലാസ്റ്റ് എന്താണെന്ന് വെച്ചാലേ ഇവനത് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ തുപ്പിക്കളഞ്ഞു.